നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഉപ്പില്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ലെന്ന്. അതുകൊണ്ടാണ് പലരും കറിയിലും ചട്നിയിലും അച്ചാറിലും പലഹാരങ്ങളിൽ പോലും ഉപ്പ് വളരെ കൂടുതലായി ചേർക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആരോഗ്യത്തിന് മധുരമല്ല, മറിച്ച് മരണത്തിന് വഴിയൊരുക്കുന്ന വിഷമാകാം. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു മനുഷ്യൻ ദിവസവും കഴിക്കേണ്ട ഉപ്പിന്റെ അളവെന്നത് 5 ഗ്രാമിൽ താഴെ മാത്രമാണെന്ന്. കേരളത്തിൽ പലരും അതിന്റെ ഇരട്ടിയും 3 ഇരട്ടിയും വരെ ഉപ്പ് കഴിക്കുന്നുണ്ട്. ഈ ചെറിയ അധികം വർഷങ്ങൾക്ക് ശേഷം ഇത് വലിയ രോഗങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഉപ്പ് കൂടുതലായി കഴിച്ചാൽ ഉണ്ടാകുന്ന 5 അപകടങ്ങൾ, അതോടൊപ്പം ഉപ്പ് കുറയ്ക്കാനുള്ള ചില ലളിത മാർഗങ്ങൾ കൂടി. ആദ്യം പറയേണ്ടത് ഉയർന്ന രക്തസമ്മർദ്ദം. ഉപ്പ് കൂടുതലായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം പിടിച്ചിരിക്കുകയും അതോടെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൂടുകയും ചെയ്യുന്നു. ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരം തകരുകയും ചെയ്യുന്നു. ഇതാണ് നിശബ്ദ കൊലയാളി. കാരണം ലക്ഷണങ്ങളില്ലെങ്കിലും ഉള്ളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായി ഹൃദയാഘാതം, തലച്ചോറിൽ അടിയേറ്റതുപോലെ സംഭവങ്ങൾ, വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഹൃദയത്തിന് വരുന്ന അപകടം. രക്തസമ്മർദ്ദം ഉയർന്നാൽ ഹൃദയം നോർമലേക്കാൾ അധികം ജോലി ചെയ്യണം. ദിവസവും അധികം ജോലി ചെയ്യുന്ന ഹൃദയം ഒരു ദിവസം ക്ഷീണിക്കും. അതിന്റെ ഫലം ഹൃദയം വലുതാകുകയും രക്തപ്രവാഹം ശരിയായി നടക്കാതിരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഹൃദയം നിലച്ചും വരെ പോയേക്കാം. അതിനാൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണശീലം പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് തലച്ചോറാണ്. ഉപ്പ് കൂടുതലായി കഴിക്കുമ്പോൾ രക്തസമ്മർദ്ദം ഡേഞ്ചറസ് ആയി ഉയരുകയും അത് ബ്രെയിനിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാൻ കാരണമായേക്കാം. അതാണ് മസ്തിഷ്കാഘാതം എന്ന് പറയുന്ന സ്ഥിതി. പലർക്കും സ്ട്രോക്ക് വന്നാൽ സംസാരിക്കാൻ കഴിയാതെ പോകുന്നു, ശരീരത്തിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കാതെ പോകുക, കൂടാതെ ഉപ്പ് കൂടുതലുള്ളവർക്ക് മെമ്മറി കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. നാലാമത്തേത് വലിയ അപകടം എന്ന് പറയുന്നത് വൃക്കയാണ്. വൃക്കയുടെ ജോലി ശരീരത്തിൽ വരുന്ന മാലിന്യങ്ങൾ ശുദ്ധീകരിക്കലാണ്. പക്ഷേ ഉപ്പ് അധികം കഴിച്ചാൽ വൃക്കയ്ക്ക് ജോലി ഇരട്ടിയാകുന്നു. അതുകൊണ്ട് വർഷങ്ങളോളം ഇങ്ങനെ സ്ട്രെയിൻ കിട്ടിയാൽ വൃക്കയുടെ പ്രവർത്തനം കുറയുകയും ഒടുവിൽ വൃക്ക കംപ്ലീറ്റ്ലി ഫെയിൽ ആകുകയും ചെയ്യും. കേരളത്തിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ പലർക്കും കാരണമാകുന്നത് അധികം ഉപ്പുപയോഗിക്കുന്ന ഭക്ഷണ രീതിയാണ്. അഞ്ചാമത്തെ അപകടം അസ്ഥികളും വയറും. ഉപ്പ് കൂടുതലായി കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് കാൽസ്യം പുറത്തു പോകുകയും അതോടെ അസ്ഥികൾ ബലഹീനമാകുകയും ചെയ്യുന്നു. കൂടാതെ ദിവസവും നമ്മൾ കഴിക്കുന്ന അച്ചാറ്, സാൾട്ട് ഉപയോഗമുള്ള സ്നാക്സ് ഇവ കഴിക്കുന്നവർക്ക് വയറിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്നു. പല പഠനങ്ങളും കാണിക്കുന്നുണ്ട് അധികം ഉപ്പ് ഭക്ഷണം വയറിലെ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. ഇനി ചോദ്യം, ഉപ്പ് എങ്ങനെ കുറയ്ക്കാം? അച്ചാറ്, ചിപ്സ്, സോൾട്ടി സ്നാക്സ് ഇവ കുറയ്ക്കണം. വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് മെല്ലെ മെല്ലെ കുറയ്ക്കാൻ ശ്രമിക്കുക. കറി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടി ലെമൺ, ജിഞ്ചർ, പെപ്പർ പോലുള്ള നാച്ചുറൽ ഐറ്റംസ് ഉപയോഗിക്കുക. പുറത്തുനിന്ന് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് പരമാവധി അവോയ്ഡ് ചെയ്യുക. പതുക്കെ പതുക്കെ ഉപ്പ് കുറച്ചാൽ നാവും അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ദിവസവും ഒരിച്ചിരി ഉപ്പ് കൂടുതലായി ചേർത്താൽ അത് ചെറിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് നമ്മുടെ ഹൃദയം, വൃക്ക, തലച്ചോർ പതുക്കെ പതുക്കെ തകർക്കുകയും ചെയ്യും. അതിനാൽ ഇന്ന് തന്നെ ഉപ്പ് കുറയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു ചെറിയ തീരുമാനത്തിൽ നിന്ന് മാത്രം തുടങ്ങുന്ന ഒരു കാര്യമാണ്.